ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജനിരൂപണമെൻ ഹൃദയവാഞ്ചയാം ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവു രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. രക്ഷിതാവു രാജാവായി അതിക്കിൽ വാഴുന്നു. ഗീതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം ചൊല്ലിത്തിരത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുവൻ വധത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുവൻ വധത്ത നാടതിൽ എന്നാത്മാവെന്നു വീഴിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും
നമ്മളെല്ലാം അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം അങ്ങോ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു പെസഹ കുഞ്ഞാട്. ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അത് ചിന്തിക്കുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഉണ്ടാവില്ലായിരുന്നു, ഇസ്രായേൽ എന്നുള്ള ഒരു ജനം ഉണ്ടാവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ കുരിശുമരണം മൂലമാണ് ക്രിസ്തു സഭയുണ്ടായത്, ക്രിസ്ത്യാനികളുണ്ടായത്. പള്ളിയുള്ളത് കൊണ്ടല്ല ക്രിസ്ത്യാനി ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ഉണ്ടായത് പള്ളി ഉണ്ടായതുകൊണ്ടും പെരുന്നാൾ ഉണ്ടായതുകൊണ്ടും വഴിപാടും നേർച്ചയൊക്കെ ഉണ്ടായതുകൊണ്ടും മഹാപുരോഹിതന്മാരുണ്ടായതുകൊണ്ടും പുരോഹിതന്മാരുണ്ടായതുകൊണ്ടൊന്നുമല്ല ക്രിസ്ത്യാനികളുണ്ടായത്. ക്രിസ്ത്യാനികളുണ്ടായത് അവർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ഒരു ക്രിസ്തുവിനെ നോക്കാനുള്ളതായ മനസ്സുള്ളവരുണ്ടായി. അവരെ പിതാക്കന്മാരെന്ന് വിളിക്കുന്നു. അവർ മറ്റൊന്നും കണ്ടിട്ടല്ല. പ്രിയപ്പെട്ടവരെ, അവർ ക്രിസ്തുവിനെ നോക്കിയ പിതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രൈസ്തവ സഭ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാഗ്യവശാൽ ക്രിസ്ത്യാനികളായവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കൊന്നുകൂടെ സ്മരിക്കുവാനും അവൻ്റെ വചനം കേൾക്കുവാനുമുള്ളതായ ഒരു സമയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14:33. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. ദൈവത്തിന് സ്തോത്രം. ദൈവം കലക്കമുണ്ടാക്കുന്ന ദൈവമല്ല, കലക്കം മാറ്റുന്ന ദൈവമാണ്. മനുഷ്യ ഹൃദയം കലങ്ങുന്നതാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിലും യാതനകളിലും മനുഷ്യഹൃദയം കലങ്ങുന്നതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആ കലക്കം മാറ്റുന്നവനാണ്. ക്രിസ്തു ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് കലക്കം മാറിക്കിട്ടുന്നത്. ജീവനുള്ള ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനം തരുന്ന ഒരു ദൈവം, സമാധാനം ഉണ്ടാക്കുന്ന ഒരു ദൈവം, സമാധാനത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു വിധത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് അവനോടൊരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഉറപ്പ് അത് സ്വർഗത്തിൽ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിൽ പറഞ്ഞൊരു ശബ്ദമാണ്. മരിച്ചു കഴിഞ്ഞാണ് അവൻ കേട്ടതെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്? 16-ാം അധ്യായം ലൂക്കോസ് 16:25. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ആ ധനവാനും ലാസറും ഉള്ള അവസ്ഥ നിങ്ങൾക്കറിയാം. മരണം കഴിഞ്ഞിട്ടുണ്ടായതായ ഒരവസ്ഥയാണ് അവിടെ വിവരിക്കുന്നത്. ഈ ധനവാൻ അബ്രഹാം പിതാവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നു, ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണം, ഒരു തുള്ളി വെള്ളം അവൻ്റെ വിരലിൻ്റെ അറ്റത്ത് മുക്കി അവനെ ഇങ്ങോട്ടൊന്ന് അയക്കണം, കാരണം ഞാൻ ഈ യാതനയിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുന്നു. മരിച്ചു കഴിഞ്ഞുള്ളൊരവസ്ഥയാണ് വിവരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാണ് അവനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ, മകനെ എന്നാണ് വിളിച്ചത്. പക്ഷേ മകനെന്നുള്ള വിളി കേട്ടത് കൊണ്ട് അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, പ്രാർത്ഥന കേട്ടതുമില്ല. അവനോട് പറഞ്ഞു, മോനെ, നീ ഇവിടെ എത്തേണ്ടതായിരുന്നു. നിന്റെ പടിക്ക് കിടന്ന ലാസർ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ആശ്വാസം പ്രാപിച്ചിരിക്കുകയാണ് ഇവിടെ. നീ ഇവിടെ വരേണ്ടതായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരേണ്ടതായിരുന്നു. പക്ഷേ നീ ഇവിടെ വന്നില്ല. അതുകൊണ്ട് ഇവിടെ വരാൻ നിനക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ ഇന്ന് വേദന അനുഭവിക്കുന്നു, അവനിവിടെ ആശ്വാസം അനുഭവിക്കുന്നു.
ദൈവമക്കളെ, അബ്രഹാം പിതാവ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരേണ്ടവരായിരുന്നു, പക്ഷേ അവനിവിടെ വന്നു, നീ ഇവിടെ വന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം അബ്രഹാം പിതാവ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അവന് തന്നെ എൻ്റെ കാരണം പറഞ്ഞു. ഞാൻ ധനവാൻ തന്നെ എൻ്റെ കാരണം കണ്ടുപിടിച്ചു. മരണം കഴിഞ്ഞാണോ കണ്ടുപിടിച്ചതെന്ന് മാത്രം. അവൻ്റെ കാരണം അവൻ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ 30-ാമത്തെ വാക്യം വായിച്ചാൽ കാണാം, അബ്രഹാം പിതാവേ, വരാഞ്ഞതിൻ്റെ കാരണം ഞാനും എൻ്റെ സഹോദരന്മാരും മാനസാന്തരമില്ലാത്തവരായിരുന്നു. മാനസാന്തരമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വരാതിരുന്നത്. ഒന്നുകൂടെ പറഞ്ഞു, ഞാനും എൻ്റെ സഹോദരന്മാരും ജീവനുള്ളവരുടെ പ്രസംഗമൊന്നും കേട്ട് മാനസാന്തരപ്പെടുന്നവരല്ല. അത് ഞങ്ങൾക്കിടെ ഒരു പ്രത്യേകതയാണ്. ഞാനും എൻ്റെ പണക്കാരായ ഞാനും അതെ, എൻ്റെ സഹോദരന്മാരും അതെ, ജീവിച്ചിരിക്കുന്ന ആരുടെയും പ്രസംഗം കേട്ട് ഞങ്ങൾ മാനസാന്തരപ്പെടുന്ന കൂട്ടരല്ല. ഞങ്ങൾ മാനസാന്തരപ്പെടണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നാലേ ഞങ്ങൾ മാനസാന്തരപ്പെടുകയുള്ളൂ. ഇപ്പോഴല്ലാതെ സാധാരണ ഒരു സുവിശേഷ പ്രസംഗം കേട്ട് ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന കേട്ടൊന്നും ഞങ്ങൾ മാനസാന്തരപ്പെടില്ല. ഞങ്ങൾ മാനസാന്തരപ്പെടണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് തന്നെ ഒരാൾ എഴുന്നേറ്റ് വന്ന് മരണശേഷം എന്താണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾ മാനസാന്തരപ്പെടുകയുള്ളൂ എന്ന് അവൻ മറുപടിയും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാര്യം അവിടെ തന്നെ അവശേഷിച്ചു, ഒന്നും ഉണ്ടായില്ല. അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ, മരിച്ചവരിൽ നിന്ന് ആരും വന്ന് പറഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് മാത്രമേ മാനസാന്തരപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ ഈ ഭൂമിയിൽ വെച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ മരണം കഴിഞ്ഞപ്പോൾ അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുപോയി. നമ്മുടെ വാക്യം എന്താണ്? ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. എനിക്കതുകൊണ്ട് 30-31 വയസ്സുള്ള 1980 കാലഘട്ടത്തിൽ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയൊക്കെ ആയിട്ട് ആലുവായി താമസിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഞാനൊരു ഫ്രിഡ്ജ് മേടിച്ചു. ഫ്രിഡ്ജ് ഇന്നിപ്പോൾ അതൊക്കെ സുലഭമാണ്, അന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഫ്രിഡ്ജ് മാത്രം തന്നാൽ പോരാ, അതിൻ്റെ കാറ്റലോഗ് കൂടെ തരണം, അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കണമെന്നും കൂടെ അറിയണം. അപ്പോൾ ഞാൻ പൈസ കൊടുത്തു, അതിൻ്റെ ബില്ല് മാത്രമല്ല, അത് പ്രവർത്തിപ്പിക്കാനുള്ള കാറ്റലോഗ് കൂടെ ഞാൻ മേടിച്ചു. ഞാനത് വീട്ടിൽ വന്നു, അതൊക്കെ ഓൺ ചെയ്തു. അതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാ ഈ സ്വിച്ച് ഇതിനുള്ളതാ, ഇത് അതിനുള്ളതാ, ഇത് മറ്റതിനുള്ളതാ. അങ്ങനെ ചിട്ടയായിട്ട് അവളെ അതെല്ലാം അങ്ങ് പഠിപ്പിച്ചു. ഫ്രിഡ്ജ് ഓൺ ചെയ്യണ കാര്യം, അത് വന്ന കാര്യം, തണുപ്പുണ്ടാകണ കാര്യം, എന്താ ചെയ്യേണ്ടത്, എല്ലാം അവളെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് എനിക്കൊരു കൊച്ചുമോനേ ഉള്ളൂ, അവനിതൊന്നും മനസ്സിലായാലും കൊച്ചനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷേ തണുത്ത വെള്ളം വന്നു. ആ കാറ്റലോഗ് അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ തണുത്ത വെള്ളം വന്നു. ഫ്രിഡ്ജ് മേടിച്ച കാര്യം അത് വിജയിച്ചു. അവിടെ ഒരു തണുപ്പുള്ള വെള്ളം ഉണ്ടായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അന്നും തണുത്ത വെള്ളം കുടിക്കാവുന്നതല്ലാതെ ഹൃദയത്തിലെ തണുപ്പ് ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ഹൃദയത്തിലെ ഈർഷ്യയും നീരസവും മാറാൻ, കുടുംബജീവിതത്തിലെ മധുരമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? നല്ല വാക്ക് പറയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല ഭാവി ഉണ്ടാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് എഴുതി വച്ചിരിക്കുന്നതായ ഈ കാറ്റലോഗ് ഞാൻ മേടിച്ചിട്ടില്ല. ഈ കാറ്റലോഗ് എന്ന് പറയുന്നത് ഈ വേദപുസ്തകം. ഫ്രിഡ്ജ് മേടിച്ചു, തണുപ്പുള്ള വെള്ളം ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാറ്റലോഗ് വായിച്ച് ഞാൻ പഠിച്ചു, എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു. പക്ഷേ എങ്ങനെയാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്തൊക്കെയാണ് പ്രാർത്ഥനയിൽ ചെല്ലേണ്ടത്? ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കി തരുന്ന ഈ പുസ്തകം ഞാനന്ന് മേടിച്ചില്ല. ഞാൻ അന്നുവരെയും മേടിച്ചിട്ടില്ല. കാരണം ഇതില്ലാതെ, കഴിയുന്നതും ഇതില്ലാതെ ജീവിക്കണം, മരിക്കണവരെയും വാങ്ങരുത് എന്നുള്ളതാണല്ലോ സാധാരണ ക്രിസ്ത്യാനികളുടെ ഉദ്ദേശം. സാധാരണക്കാരായ ക്രിസ്ത്യാനികളുടെ എല്ലാം താല്പര്യം അതാ. മരിക്കണവരെയും ബാക്കി എന്തെല്ലാം മേടിച്ചാലും ശരി, വേദപുസ്തകം വായിക്കാൻ ഇടവരല്ലേ എന്നാണ് അവരുടെ ഉള്ളിലെ ആഗ്രഹം. അതാ, വേദപുസ്തകം വാങ്ങാൻ ഇടവരരുത്, വേദപുസ്തകം വായിക്കാൻ ഇടവരരുത് എന്നാണ് സാധാരണ ക്രിസ്ത്യാനി, പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയുടെ
ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം അതാണ്. മരണം വരെയും എനിക്കതിനിടയാകല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് അവർ കഴിയുന്നത്. പ്രിയപ്പെട്ടവര്, ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തണുത്ത വെള്ളം മാത്രം കിട്ടി, പക്ഷേ ജീവിതത്തിൽ ഒരു തണുപ്പും വന്നില്ല, ഒരു മധുരവും വന്നില്ല, ഒരു രുചിയും വന്നില്ല, നാവിന് രുചിയുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, രുചിയുള്ള ആഹാരമൊക്കെ ഉണ്ടായി, പക്ഷേ നാവിന് രുചിയുണ്ടായില്ല. ഈ പുസ്തകമില്ലാതെ രുചിയുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ പുസ്തകം വരാതെ, ഈ പുസ്തകത്തിലെ ക്രിസ്തു വരാതെ രുചിയുള്ള വർത്തമാനം വരില്ല, രുചിയുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ജീവിതത്തിലേക്ക് വരണമെങ്കിൽ കർത്താവായ യേശു വരണം, അഥവാ ഈ വേദപുസ്തകത്തിൽ വിവരിക്കുന്നവനായ ക്രിസ്തു ജീവിതത്തിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പം 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ പഠിപ്പിച്ചു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിലേക്ക് നോക്കുക, ക്രൂശിലേക്ക് നോക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാർ കുരിശൊക്കെ ധരിക്കുന്നവരായിരുന്നു. നമ്മുടെ സഹോദരിമാരെല്ലാവരും കുരിശ് ധരിക്കുന്നവരാണ്. വിവാഹിതരായവരെല്ലാവരും കുരിശ് ധരിക്കുന്നുണ്ട്. എന്തിനാ ഇത് ധരിക്കണത്? എന്തിനാ ഈ കഴുത്തിൽ കുരിശ് ധരിക്കണത്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ? അതിൻ്റെ വിലയെന്തെന്ന് മനസ്സിലാക്കിയിട്ടാണോ? ഈ കുരിശ് ധരിക്കുന്നതിൻ്റെ അർത്ഥമോ വിലയോ മനസ്സിലാക്കിയിട്ടാണോ ചരിക്കുന്നത്? ആദ്യമായിട്ട് ഇത് ധരിച്ചവര് വ്യക്തമായിട്ട് അതിലെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ധരിച്ചത്. അവർക്കറിയാമായിരുന്നു ഈ സ്ലീബായിൽ മറിഞ്ഞിരിക്കുന്ന ശക്തി മൂലം, ഈ കുരിശിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി മുഖാന്തിരം പിശാചിനെ ജയിക്കാനുള്ള ശക്തിയും ആ പിശാചിനെ ജയിക്കാനുള്ള ധൈര്യവും എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ കുരിശ് ധരിക്കുന്നതിലൂടെ ആ പിതാക്കന്മാർ ഉദ്ദേശിച്ചത്. ഈ കുരിശിൽ ഒരു ശക്തി അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സഹോദരിമാർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. അത് വാഴ്ച തലയിലിടുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഇത് നെഞ്ചത്ത് കൊണ്ടുനടക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. കയ്യിൽ പിടിച്ചിരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ ഈ കുരിശിൽ ഒരു ശക്തിയുണ്ടെന്ന്. എന്താണ് ആ കുരിശിൽ അടങ്ങിയിരിക്കുന്നത്? ആ ശക്തി. ആ ശക്തിയെക്കുറിച്ചാണ് പിതാക്കന്മാർ വിളിച്ചത്. സാത്താനെ ജയിക്കാനുള്ളതായ ശക്തി ആ കുരിശിലടങ്ങിയിട്ടുണ്ട്. കാരണം ആ കുരിശിൽ ഒരുവൻ മരിച്ചിട്ടുണ്ട്. ആ കുരിശിൽ മരിച്ചവനാണ് ശക്തി തരുന്നത്. ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ്. ആ കുരിശിൽ ശക്തിയുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് പാപത്തെ ജയിക്കാനുള്ളതായ ശക്തി എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് കുരിശ് ധരിച്ചത് പിതാക്കന്മാർ. അതിനുവേണ്ടിയാണ് നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്കൊക്കെ കുരിശ് കൊടുത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ആ കുരിശ് തഴെ കണ്ടെന്നുള്ളതല്ലാതെ ഈ കുരിശിലെ ശക്തി അനുഭവിക്കുന്നുണ്ടോ? ഈ കുരിശിന്റെ ശക്തി മുഖാന്തരം പാപത്തെ ജയിക്കുന്നുണ്ടോ? പാപത്തെ ജയിക്കാനുള്ളതായ ശക്തി എനിക്ക് വേണമെന്നോ അതിനുള്ളതായ ധൈര്യം എനിക്ക് വേണം. എന്നുവെച്ചാൽ പാപം കൂടാതെ ജീവിക്കാനുള്ള ധൈര്യം. പ്രിയപ്പെട്ടവരെ, അതൊരു ചെറിയ കാര്യമല്ല. അത് എവിടെ നിന്നാ കിട്ടുക? സ്കൂളിൽ നിന്ന് കിട്ടുമോ? സൺഡേ സ്കൂളിൽ പോയാൽ കിട്ടുമോ? പള്ളിയിൽ പോയാൽ കിട്ടുമോ? പെരുന്നാളിന് പോയാൽ കിട്ടുമോ? ഞാൻ പാപം ചെയ്യില്ല, സിൻ നോ മോർ, ഞാൻ ഇനി പാപം ചെയ്യില്ല എന്ന് പറയുന്ന ശക്തി അത് എവിടെ നിന്നാ കിട്ടുക? പ്രിയപ്പെട്ടവരെ, അത് പെരുന്നാൾ കൂടി കിട്ടിയ ശക്തിയല്ല, അത് വഴിപാട് നേർന്ന് കിട്ടിയ ശക്തിയല്ല, അത് തീർത്ഥാടനം നടത്തിയാൽ കിട്ടുന്ന ശക്തിയല്ല. അത് കുരിശിലെ ശക്തിയാണ്. അത് കുരിശിൽ മരിച്ചവന്റെ ശക്തിയാണ്. ആ കുരിശിൽ മരിച്ചവൻ നിന്റെ ചങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ നിനക്ക് ആ ശക്തി കിട്ടുകയുള്ളൂ. ഞാൻ പാപം ചെയ്യില്ല, ഞാൻ സാത്താനെ ജയിക്കും. ദൈവമക്കളെ, ആ ശക്തി അതാണ് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിനെല്ലാം അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നാം എല്ലാം ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രമായി കഴിഞ്ഞുകൂടുന്ന ഒരു നാമധേയ ക്രൈസ്തവനായിട്ട് മാറിപ്പോകും. നാം ഒരിക്കലും അങ്ങനെയായി മാറിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, നാം വാസ്തവത്തിൽ ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കണം. ദാവീദിനെ നമുക്കറിയാം. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു. 8 മക്കളുള്ള വീട്ടിൽ 8ാമനായിട്ട് ജനിച്ചു. എടുത്തു പറയത്തക്കതായ യാതൊരു സവിശേഷതയും ദാവീദിനുണ്ടായിരുന്നില്ല. ഒരു സവിശേഷതയും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പൊക്കം കൂടിയവനാണെന്നോ അങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള യോഗ്യതയൊക്കെ ഉള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്, പൊക്കമുള്ളവനാണെന്ന്. ദാവീദിന് അങ്ങനെയുള്ള ഒരു യോഗ്യതയില്ല. പൊക്കമുണ്ടെന്നോ സൗന്ദര്യമുണ്ടെന്നോ അങ്ങനെ യാതൊരു യോഗ്യതയും ദാവീദിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, വേദപുസ്തകം വായിച്ചാൽ നമുക്ക് കാണാം, ദാവീദിന്റെ വീട്ടിൽ പ്രാർത്ഥനാ പുസ്തകവും ഉണ്ടായിരുന്നില്ല.
പുസ്തകം നോക്കി പ്രാർത്ഥിക്കാൻ ദാവീദിനോട്ട് അറിയാനും മേലായിരുന്നു. അവിടെ പ്രാർത്ഥനാ പുസ്തകവും ഉണ്ടായിരുന്നില്ല ദാവീദിന്റെ വീട്ടിൽ. പ്രിയപ്പെട്ടവരെ, പക്ഷേ ദാവീദിന് പ്രാർത്ഥിക്കാൻ അറിയായിരുന്നു. പുസ്തകമില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾക്കറിയാവോ പുസ്തകമില്ലാതെ പ്രാർത്ഥിക്കാൻ അറിയാവോ? പ്രാർത്ഥനാ പുസ്തകമില്ലാതെ പ്രാർത്ഥിക്കാൻ അറിയാവോ? അനേക ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥനാ പുസ്തകം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ അറിയാൻ മേല. അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥനാ പുസ്തകം വേണം. അല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ ദൈവവിശ്വാസികളാണ്, പക്ഷേ അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥനാ പുസ്തകം വേണം. ദാവീദിന് പ്രാർത്ഥനാ പുസ്തകം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷേ ദാവീദ് 3 നേരവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് സങ്കീർത്തനങ്ങൾ എന്ന് പേര് വിട്ടു. സങ്കീർത്തനങ്ങളെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്ന ആ സങ്കീർത്തനങ്ങളൊക്കെ ദാവീദിന്റെ പ്രാർത്ഥനകളാണത്. ദൈവത്തോട് ദാവീദ് ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണത്. ഇതിനകത്തെല്ലാം ഉണ്ട്. വേദനയുണ്ട്, സങ്കടമുണ്ട്, ആഗ്രഹമുണ്ട്, തോൽവിയുണ്ട്, പരാജയമുണ്ട്, ക്ഷമ ചോദിക്കലുണ്ട്, ദൈവത്തെ സ്തുതിക്കലുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പുസ്തകം നോക്കി ചെയ്യുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ? തനിയെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? ദാവീദ് രാജാവായിട്ട് 3 നേരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു വീട്ടിലിരുന്ന്. ദാനിയേല് ആ നാട്ടിലെ മിസ്രൈമിലെ മന്ത്രിയായിരുന്നു, പക്ഷേ വീട്ടിലിരുന്ന് 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദര, ക്രൈസ്തവ സഹോദര, നീ പള്ളിയിൽ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ? അതോ പ്രാർത്ഥനാ കോളിൽ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ? നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവനാണോ? നിനക്ക് പുസ്തകം കൂടാതെ പ്രാർത്ഥിക്കാൻ അറിയാവോ? ദൈവമക്കളെ, ഞാനിതൊക്കെ ചോദിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ നിലവാരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാത്തവരാണ് അനേകര്, പ്രത്യേകിച്ച് പുരുഷന്മാര്. അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കില്ല. അവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വേറെ എവിടെയൊക്കെയോ പോയേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, പക്ഷേ നിങ്ങൾ തിരിയണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു ദാവീദ്. ദാനിയേലൊക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു. 3 നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പുസ്തകം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അതൊക്കെയാണ് അവരുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്നൊക്കെ പറയുന്നത്. അതൊക്കെയാണ് ആത്മീയ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. കാരണം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മനുഷ്യർ കാണൂലേ? കാണട്ടെ. അതുകൊണ്ട് തന്നെ കുഴപ്പം? നല്ലതല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മക്കളൊന്ന് കണ്ടാൽ എന്നെ കുഴപ്പം? കാണുകയല്ലേ നല്ലത്? ഒരപ്പൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ അപ്പന്റെ മകള് കണ്ടാൽ, കൊച്ചുനാളിൽ അത് കണ്ടാൽ തീർച്ചയായിട്ടും ആ മകൾക്ക് ധൈര്യം ഉണ്ടാവുമോ? ധൈര്യം കുറയുമോ? നിശ്ചയമായിട്ട് ആ കുഞ്ഞിനൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷേ പ്രാർത്ഥിക്കുന്ന അപ്പനെയും പ്രാർത്ഥിക്കുന്നവരെ കാണാൻ മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് മക്കളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യദോഷം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന അപ്പന്മാരെ കാണാതെയാണ് മക്കൾ വളർന്നിട്ടുള്ളത്. അനേക കുടുംബങ്ങളിലെ മക്കളും വളർന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാത്ത അപ്പന്മാരെ കണ്ടുകൊണ്ടാണ്. അമ്മമാര് കുറേയൊക്കെ എണ്ണിപ്പുറക്കുന്നതൊക്കെ അവർ കേട്ടുക. പ്രിയപ്പെട്ടവരെ, ജീവിത സായാഹ്ന തീരത്തിരുന്ന വയസ്സാകുമ്പോൾ പഴയകാലത്തിലേക്കും തിരിഞ്ഞു നോക്കണം നല്ലതാ. അത് വെറുതെ നോക്കണ്ട, ആത്മാർത്ഥമായിട്ട് നോക്കണം നല്ലതാ. അനുഭവത്തോടെ ദാവീദ് അങ്ങനെ നോക്കുന്നവനായിരുന്നു. ദാവീദും ജീവിതത്തിന്റെ വാർദ്ധക്യം വന്നപ്പോൾ, സായാഹ്നം വന്നപ്പോൾ പുറകോട്ടൊന്ന് നോക്കി, ജീവിതത്തിലേക്കൊന്ന് നോക്കിയ അനുഭവമാണ് 25-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഒരു കാര്യം കണ്ടുപിടിച്ചു. പ്രാർത്ഥിക്കുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. 25-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്? എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. എന്റെ ഡു നോട്ട് റിമെമ്പർ ദ സിൻസ് ഓഫ് മൈ യൂത്ത് ആൻഡ് ട്രാൻസ്ഗ്രഷൻസ്. കർത്താവേ, എൻ്റെ യൗവനകാലത്ത് ഞാൻ അതിര് വിട്ടു പോയിട്ടുണ്ട്. ഞാൻ ചില സ്വഭാവങ്ങളുടെയൊക്കെ അതിര് വിട്ടു പോയിട്ടുണ്ട്. എൻ്റെ യൗവനകാലത്ത് വാർദ്ധക്യത്തിലിരുന്ന് ദാവീദ് തിരിഞ്ഞു നോക്കുക. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കെല്ലാം ചിന്തിക്കാം. കർത്താവേ, തുറന്നു പറയാൻ ദൈവത്തോട്, കർത്താവേ, ഞാൻ അതിര് വിട്ടു പോയിട്ടുണ്ട്. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, സ്പർശനത്തിൽ, പണം കൈകാര്യം ചെയ്ത് എല്ലാത്തിലും ഞാൻ അതിര് വിട്ടു പോയിട്ടുണ്ട്. എൻ്റെ അതിര് വിട്ടുപോയാൻ പോയിട്ടുണ്ട്. എൻ്റെ യൗവനകാലത്ത് ഞാൻ അതിര് വിട്ടു പോയിട്ടുണ്ട്. അതൊന്നും നീ ഓർക്കരുതേ. ദാവീദ് പ്രാർത്ഥിക്കുക. ഇപ്പോഴേ ദാവീദിന് ഇതൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ആരും എഴുതി കൊടുക്കണ്ട. ദാവീദിന് അതാണ് ദൈവത്തോടുള്ളതായ
ഒരു ബന്ധം. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, ഇങ്ങനെയൊക്കെ മനുഷ്യന് തന്നെത്താൻ ഒരു ബന്ധം കിട്ടുമോ ദൈവത്തോട്? കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം ഞാൻ ഇന്നലെ രാത്രി വായിച്ചപ്പോൾ എൻ്റെ വായിൽ എപ്പോഴും ആ വാക്ക. 43-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ കോരഹിന്റെ മക്കൾ പറയുന്നതായ ഒരു വാക്കാണ്, ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച് 43-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എൻ്റെ പരമാനന്ദമായ ദൈവം. എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ പേര്? എൻ്റെ പരമാനന്ദമായ ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലും. ഞാൻ തനിയെ ഉത്സാഹത്തോടെ അങ്ങോട്ട് ചെല്ലും. എൻ്റെ പരമാനന്ദമായ ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ടു. എന്നാൽ ഇവിടെ ചെറുപ്പക്കാർ പറയുകയാണ്, അവർ യുവാക്കന്മാരാണ്, അവർ പറയുകയാണ്, ദൈവം എൻ്റെ പരമാനന്ദമാണ്. എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഈ ദൈവത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ആ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ പരമാനന്ദമായ ദൈവം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്സാഹം വരികയുള്ളൂ. നമുക്ക് കിടന്നാൽ ഉറക്കം വരില്ല, ചാടി എഴുന്നേക്കും. എൻ്റെ പരമാനന്ദമായ ദൈവത്തിൻ്റെ അടുക്കൽ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാൻ തോന്നും. നമുക്ക് വേദപുസ്തകം താഴെ വയ്ക്കാൻ തോന്നില്ല. കാരണം എൻ്റെ പരമാനന്ദമായ ദൈവം, എൻ്റെ പരമാനന്ദമായ ദൈവം. ദൈവക്കളെ മറന്നു പോകരുത്. അവരവരുടെ ദൈവത്തെ വിളിച്ച പേരാണ് എൻ്റെ പരമാനന്ദമായ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ളതായ ആ നിങ്ങളുടെ ഹൃദയത്തിലെ ആ കാഴ്ചപ്പാടങ്ങ് മാറി. എൻ്റെ പരമാനന്ദമായ ദൈവം, അവൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ഒരു പ്രമോദമായി, അവനോട് പ്രാർത്ഥിക്കുന്നത് ഒരു ഉത്സാഹമായി. പ്രിയപ്പെട്ടവരെ, ദാവീദ് അങ്ങനെ ഈ അവൻ്റെ പരമാനന്ദമായി തീർന്ന ദൈവം, ആ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണ് ദാവീദ് പഴയകാല ജീവിതത്തിലേക്ക് നോക്കി. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദാവീദ് പിന്നെയും പറയുന്നുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. എന്താണ് അതിൻ്റെ 25-17 പറയുന്നത്? എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദ് പറയുകയാണ്, ദൈവമേ, എനിക്ക് മനസ്സിന്റെ മനോപീഡകളാണ്. എനിക്ക് രോഗത്തിന്റെ അല്ല, രോഗപീഡയല്ല, ദാരിദ്ര്യത്തിന്റെ പീഡയല്ല, എൻ്റെ മനോപീഡകൾ. എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ പോയിരിക്കുന്നു. ദൈവമക്കളെ, ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ ദാവീദിനെ പോലെ ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് മനോപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ മനസ്സിന് സമാധാനക്കേടിൻ്റെ കാരണങ്ങൾ വന്നിരിക്കുന്നു, എനിക്ക് മനോപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണവും കൂടെ ദാവീദ് പറയുന്നുണ്ട്. അതിന് 15-ാമത്തെ വാക്യം വായിച്ചാൽ കാണാം. മനോപീഡ വരാനുള്ള കാരണം എന്താണ്? അതുകൂടെ നമുക്കത് വായിച്ചു കേൾക്കാം. എന്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു, അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, ദാവീദിന് മനോപീഡ വരാനുള്ള കാരണം ജീവിക്കുന്ന കാലത്ത് കാല് വലയിൽ കുടുങ്ങി. മത്സ്യം ചൂണ്ടയിൽ കൊത്തുന്നത് പോലെ പിശാചൊരുക്കിയ ചില വലകളിൽ ദാവീദിന്റെ കാല് കുടുങ്ങി. ചൂണ്ടയിൽ മീൻ കൊത്തുന്ന പോലെ വലയിൽ കാല് കുടുങ്ങി. ദാവീദിന്റെ അനുഭവമാണിതൊക്കെ. കർത്താവേ, എൻ്റെ കാല് ചില വലയിലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തോട് എങ്ങനെയൊക്കെ പറയാറുണ്ട്. 31-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലും ദാവീദ് പറയുന്നുണ്ട്, ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. കർത്താവേ, എൻ്റെ കാല് വലയിൽ കുടുങ്ങിപ്പോയി. ദാവീദിന്റെ പ്രാർത്ഥന എങ്ങനെയൊക്കെയാണ്? കർത്താവേ, 31-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ വിടുവിക്കണമേ, എൻ്റെ വലയിൽ നിന്ന് എന്നെ ഒന്ന് പൊക്കിയെടുക്കണമേ. ഞാൻ ചില വലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ചില വലയിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് മോചനം പ്രാപിക്കുന്നില്ല. പ്ലീസ് പ്ലക്ക് മീ ഔട്ട്. എന്നെ അവിടെ നിന്നൊന്ന് വിടുവിച്ചെടുക്കണം. എൻ്റെ കാല വലയിൽ നിന്ന് വിടുവിച്ചു തരണം. എൻ്റെ ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കാൽ ഏതെങ്കിലും വലയിൽ കുടുങ്ങിക്കിടക്കുകയാണോ? അനേക നമ്മുടെ യുവാക്കന്മാരായ നമ്മുടെ മക്കളുടെ കാലുകൾ പല വലകളിലും കുടുങ്ങിപ്പോകുന്നു. അവർ വലയിൽ കുടുങ്ങിപ്പോവുകയാണ്. ദാവീദ് എന്തൊക്കെയോ വലകളിൽ ദാവീദ് കിടന്ന് കുടുങ്ങി. ഇന്ന് അനേകര് പ്രിയപ്പെട്ടവരെ, പണത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. ബിസിനസിന്റെ വലയിൽ പണം കടമേടിക്കുന്നു, അതിൽ ചെന്ന് കുടുങ്ങിപ്പോകുന്നു. ചിലര് പ്രേമത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റുന്നില്ല, കാല് ഊരിപ്പോരാൻ പറ്റുന്നില്ല. ദാവീദ് പറയേ, എൻ്റെ കാല് കുടുങ്ങിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിടുവിക്കുന്നവനുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് നിലവിളിച്ചാൽ നിങ്ങളുടെ കാല് വലയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്.
നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് തന്നെത്താൻ രക്ഷപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അതാണ് ദാവീദ് പറയുന്നത്, കർത്താവേ എന്നെ ഒന്ന് വിടുവിക്കണം, എൻ്റെ കാലൊന്ന് ഊരിയെടുക്കാൻ എന്നെ സഹായിക്കണം, ഈ ഊരാ കുടുക്കിൽ നിന്ന് എൻ്റെ കാലൊന്ന് വിടുവിച്ചെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഏതേത് വലകളിലാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്? ആ വലകളിൽ നിന്ന് അനേക ദൈവമക്കൾ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് മുമ്പ് ജീവിച്ചുപോയ അനേക ദൈവമക്കളുടെ കാലുകൾ പലതിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അനേക യുവതി യുവാക്കന്മാരുടെ കാലുകൾ കുടുങ്ങിയിട്ടുണ്ട്. ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാല് നിങ്ങൾക്ക് വിടുവിച്ചെടുക്കാം. ജീവനുള്ള ദൈവം നിങ്ങളെ വലകളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. നിങ്ങൾ പെട്ടിരിക്കുന്ന വലകൾ നിങ്ങളെ വിടുവിക്കുന്നവനാണ്. സഹോദര, നീ ഏത് വലയിലാ കുടുങ്ങിക്കിടക്കുന്നത്? അവൻ വിടുവിക്കുന്നവനാണ്. അനേക ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അമ്മായിമ്മയുടെ വാക്ക് കേട്ട് ഭാര്യയോട് പിണങ്ങുന്ന ഭർത്താക്കന്മാർ, ഭാര്യയുടെ വാക്ക് കേട്ട് അമ്മയോട് പിണങ്ങുന്ന അങ്ങനെയുള്ള ഭർത്താക്കന്മാർ, കുടുങ്ങുകയാണ് ആളുകൾ, വലയിൽ കുടുങ്ങുകയാണ് ആളുകൾ. കാരണം അവർക്ക് ഊരിപ്പോരാൻ പറ്റുന്നില്ല, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ കാല് വലയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? നിങ്ങൾക്ക് തന്നെത്താൻ ഊരിപ്പോരാൻ പറ്റാത്തതായ ഏതെങ്കിലുമൊക്കെ ബന്ധനത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ഉറക്കം കളയുന്നതായ ഏതെങ്കിലും ചങ്ങലകളിലൊക്കെ, നിങ്ങളുടെ സമാധാനം കളയുന്ന ചങ്ങലകളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമാധാനം കളയുന്നു. ദാവീദ്, പ്രിയപ്പെട്ടവരെ, 4-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, വലയിൽ കാല് കുടുങ്ങിയത് കൊണ്ടാണ്. ദാവീദ് പറയുന്നു, എന്താണ് 4-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമേ, എനിക്ക് ഉറങ്ങാനുള്ള സമാധാനമില്ല, എനിക്ക് ഉറങ്ങാനുള്ള സമാധാനമില്ല, എനിക്ക് ഉറങ്ങാനുള്ള സമാധാനമില്ല. എനിക്ക് പണത്തിന് പ്രശ്നമില്ല, സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല, രോഗപ്രശ്നങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഉറങ്ങാനുള്ള സമാധാനം മാത്രമില്ല. അതൊഴിച്ച് ബാക്കി എല്ലാം എനിക്കുണ്ട്. എനിക്ക് ഉറങ്ങാനുള്ള സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. ചിലരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമക്കളെ ഞാനും കേട്ടിട്ടുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ, അവർ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഏറ്റുപറയാത്ത പാപമുണ്ടെങ്കിൽ എന്നെ കിടത്തി ഉറക്കരുതേ എന്ന്. എന്നെ കിടത്തി ഉറക്കരുതേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഏറ്റുപറയാത്ത പാപം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കിടത്തി ഉറക്കരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആളുകൾ, അങ്ങനെ കിടക്കുന്ന ആളുകളെ എനിക്കറിയാം. അവർ ചിലപ്പോഴൊക്കെ രാത്രി 1 മണി 2 മണി 3 മണിയൊക്കെ ആയാലും ഉറക്കമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരാ ഉറക്കമില്ലാത്ത രാത്രിയിൽ അവരുടെ ഉറക്കം പോയതിൻ്റെ കാരണം അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുക്കും. അതിൻ്റെ കാരണം ദൈവം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരാ 1 മണിയെന്നോ 3 മണിയെന്നോ നോക്കാതെ ദൈവസന്നിധിയിൽ അവരുടെ ഭവനത്തിൽ അവരുടെ മുട്ടിന്മേൽ എഴുന്നേറ്റിരുന്നു കൊണ്ട്, കർത്താവേ ഇന്നതാണ് നിനക്ക് സ്തോത്രം, കാരണം എൻ്റെ പാപം എനിക്ക് വെളിപ്പെട്ടു, എൻ്റെ പാപം എനിക്ക് ഓർമ്മ കിട്ടി. അവർ പിന്നീട് അത് ഏറ്റുപറയുകയും സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതാണ് സമാധാനത്തിൻ്റെ ദൈവം, നമ്മളെ ഉറക്കാത്ത ദൈവം. പാപി പാപം ഏറ്റുപറയാതെ അവൻ്റെ ഉറക്കം തടുത്ത് അവനെ പാപം ഏറ്റുപറഞ്ഞതിന് ശേഷം കിടത്തി ഉറക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു ദൈവമുണ്ട്, ഇങ്ങനെയൊരു ജീവനുള്ള ദൈവമുണ്ട്. ദൈവമക്കളെ, നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, കർത്താവേ എന്നെ കിടത്തി ഉറക്കരുത്, കാരണം പാപം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ അത് ഏറ്റുപറയാതെ ഞാൻ കിടന്ന് ഉറങ്ങാൻ എന്നെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ദാവീദിന് ഉറക്കം തടസ്സപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളതായ ഒരു നമ്പറൊക്കെ നമുക്കുണ്ട് നമ്മുടെ ഫെലോഷിപ്പിന്. അതിലേക്ക് വരുന്ന പ്രാർത്ഥനകളിൽ വലിയൊരു പങ്ക് പ്രാർത്ഥന ഉറക്കമില്ല, ഉറക്കം കിട്ടുന്നില്ല. ഒരു വിഷയമാണ് ഞാൻ പറയുന്നതേ ഉള്ളൂ. പല അനേക വിഷയങ്ങളുണ്ട്, ദുഃഖ വിഷയങ്ങളാണ്, എല്ലാം സങ്കട വിഷയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം അത് പറയേണ്ട സമയമില്ലല്ലോ. പക്ഷേ ഉറക്കമില്ല. ഒരു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എടുത്ത് നോക്കിയപ്പോൾ, ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. 15 ദിവസമായി സാറേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല,
ഇന്നലെ രാത്രി ഒന്ന് ഉറങ്ങിയെന്ന്. ഉറക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാര്, അതാണ് ദൈവമക്കൾ. അവരാണ് ദൈവമക്കൾ. അവരാണ് നിത്യജീവന്റെ കാംക്ഷയുള്ളവർ. അവരാണ് മരണം കഴിഞ്ഞാൽ ജീവനുണ്ടെന്ന്, ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. അവരാണ് സ്വർഗത്തിന് വേണ്ടി തന്നെത്താൻ ഒരുക്കുന്നവർ. അവരാണ് തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവർ. അവരാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർ. അവർക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിക്കുന്നവര്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണതൊക്കെ. കർത്താവേ, പാപം എൻ്റെ ഉള്ളിൽ ഇരിക്കെ എന്നെ കടത്തി ഉറക്കരുത്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തനായ ദൈവം ദാവീദിനെ ഉറങ്ങാതെ സൂക്ഷിച്ചു. ദാവീദ് കിടന്ന് ഉറങ്ങാതെ ദൈവം കാത്തിരുന്നു. അതിന് ഫലമുണ്ടായി. ദാവീദിന്റെ കാല് ചങ്ങലയിൽ നിന്ന് പുറത്തു കിടന്നു. ദാവീദിന് ചങ്ങല പൊട്ടി പുറത്തു വരാൻ സാധിച്ചു. ദൈവമക്കളെ, ഞാൻ പറയുന്നത് ഒരു അധികപ്പറ്റല്ലല്ലോ. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാലും ചങ്ങലയിൽ നിന്ന് പുറത്തു വരും. കർത്താവേ, പാപം ഏറ്റുപറയാതെ, പാപം സമ്മതിച്ച് ഏറ്റുപറയാതെ എന്നെ കിടത്തി ഉറക്കരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഇന്നു മുതൽ നിങ്ങൾക്ക് അനുഭവം കിട്ടും. ഇന്നു മുതൽ ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളുടെ ഉറക്കം സുഗമമാക്കി തരും. ദൈവം നിങ്ങളെ സമാധാനത്തോടെ കിടത്തി ഉറക്കും. ഇതുവരെ നിങ്ങൾ ഉറക്കഗുളി കഴിച്ചാണ് ഉറങ്ങണതെങ്കിൽ ദൈവം നിങ്ങളെ ഉറക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളെ താരാട്ടുപാടി ഉറക്കും. നിങ്ങളെ കിടത്തി ഉറക്കുന്ന ദൈവം ഉണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവന്റെ ഇടത്തെ കൈയിൽ നിങ്ങളുടെ തലവയ്ക്കാം, വലത്തെ കൈകൊണ്ട് അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഉറക്കുന്ന ഒരു ദൈവമുണ്ട്. തങ്ങൾ ആശ്രയിക്കുന്നവരെ ഉറക്കുന്ന ഒരു ദൈവമുണ്ട്. ആ നിത്യനായ ദൈവത്തെ ഇന്ന് നിങ്ങൾക്ക് രുചിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപം വഹിക്കാൻ എനിക്ക് മനസ്സാണ് പിതാവേ എന്ന് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വരച്ച ഒരു യേശു ജീവിക്കുന്നുണ്ട്. മകളെ, നിന്റെ പാപം വഹിക്കാൻ അവന് മനസ്സായിരുന്നു. നിന്റെ കുടുംബാപം വഹിക്കാൻ അവന് മനസ്സായിരുന്നു. നിന്റെ എല്ലാ വേണ്ടാധീനങ്ങളും വഹിക്കാൻ അവന് മനസ്സായിരുന്നു. നീ ചെയ്തു കൂട്ടിയ സകല മ്ലേച്ഛതകളും വഹിക്കാൻ അവന് മനസ്സായിരുന്നു. അവൻ തൻ്റെ ദേഹത്തെ അതെല്ലാം ചുമന്നുകൊണ്ടാണ് അവൻ കാൽവരിയിൽ പടഞ്ഞു മരിച്ചത്. എനിക്ക് മനസ്സാണെന്നാണ് നിന്റെ തിരുവിഷ്ടം ചെയ്യാൻ എനിക്ക് മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ പോലെ നിങ്ങൾക്ക് പറയാം, കർത്താവേ, എൻ്റെ കാല് വലയിൽ കുടുങ്ങി കിടക്കുകയാണ്, എന്നെ ഒന്ന് വിടുവിക്കാവോ? ഈ ഒരാ കൊടുക്കൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാവോ? വിടുവിക്കാൻ മനസ്സുള്ളവനാണ്. അവൻ ജീവിതം കൊടുത്താൽ അവൻ വിടുവിച്ചിരിക്കും. ജീവിതം അവന് കൈമാറു കുഞ്ഞ്, ജീവിതം അവന് കൈമാറൂ. അവൻ നിന്റെ ചങ്ങലകളിൽ നിന്നെ വിടുവിക്കും. ഒരാ കൊടുക്കൽ നിന്ന് വിടുവിക്കുന്നവനാണ് യേശു. നല്ല ദൈവമേ, സമാധാനപ്രഭു, സമർപ്പണം ഏറ്റുവാങ്ങിയ, സമർപ്പണം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ഈ മക്കളുടെ സകല കുറവുകളും നീ പരിഹരിക്കും. അവരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണം. അവരുടെ കാലുകൾ വലയിൽ നിന്ന് വിടുവിക്കണമേ. പാപച്ചങ്ങലയിൽ നിന്ന് അവരെ കോരിയെടുക്കണം. കർത്താവെ, സമാധാന കാലങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ.